Accounting for partnership, basic concepts, calculation of interest on capital, NCERT, illustration 5, page number 80. Josh and Krish are partners sharing profits and losses in the ratio of 3:1. ഇവിടെ ജോഷ് ആൻഡ് ക്രിഷ് എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1 ആണ്. Their capitals at the end of the financial year were 1,50,000 and 75,000. അപ്പോൾ ഇവിടെ നോക്കാം, അവരുടെ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് നോക്കുകയും അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് തന്നിരിക്കുന്നത്. സാധാരണ ഓപ്പണിങ്ങിലാണ് തരാറ്. ഇവിടെ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് എൻഡിങ്ങിലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്യാപിറ്റൽ ഏതായിരിക്കും? ക്ലോസിംഗ് ക്യാപിറ്റലായിരിക്കും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം, ദെയർ ക്യാപിറ്റൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ക്യാപിറ്റൽ ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ രണ്ടുപേരുടെയും ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1,50,000, 75,000. During the year, Josh drawings were 20,000 and drawings of Krish were 5,000, which had been duly debited to partners' capital account. അതായത് ഇവരുടെ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത് എങ്ങനെയാണ്? പല അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞതിന് ശേഷമാണ്. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. അങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞതിന് ശേഷമാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ, ഇത് 1,50,000 75,000 ആണല്ലോ അവരുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അവരെന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു രണ്ടുപേരും ഡ്രോയിങ്സ്? 20,000, 5,000. പിന്നെ ഏതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം. പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദ ഇയർ വാസ് ₹16,000. അവരുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 16,000 ആയിരുന്നു. അപ്പോൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന സമയത്ത് പ്രോഫിറ്റും ഇവരുടെ ക്യാപിറ്റലിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക? 3:1 എന്നുള്ള റേഷ്യോയിലാണ്. ദ സെയിം ഹാഡ് ഓൾസോ ബി ഡെബിറ്റഡ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ക്രിഷ് ഹാഡ് ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ ₹16,000 ഓൺ October 1, 2005. അതുപോലെ തന്നെ October 1 ക്രിഷ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ക്രിഷിൻ്റെ അഡീഷണൽ ക്യാപിറ്റലും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് 12% പെർ ആനം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്യാം. എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ക്യാപിറ്റലിനോടുകൂടി എന്തൊക്കെ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്തോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം എന്ത് എഴുതണം? ക്ലോസിംഗ് ക്യാപിറ്റൽ. അതിൻ്റെ കൂടെ ഏതൊക്കെ ആഡ് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ലെസ് ചെയ്തിരുന്ന ഐറ്റംസാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഏതൊക്കെയായിരുന്നു അന്ന് അവിടെ ലെസ് ചെയ്തിരുന്നത്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്. അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഐറ്റംസ് മാത്രമേ എഴുതാവൂ. എല്ലാ പ്രോബ്ലത്തിലും ഈ ഐറ്റം തരണമെന്നില്ല. ഇനി എന്തൊക്കെ ലെസ് ചെയ്യണം? അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. കാരണം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഒപ്പം ഈ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ഈ ഐറ്റംസ് എല്ലാം ലെസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. 3 കോളം കൊടുക്കാം. പർട്ടിക്കുലേഴ്സ്, ജോഷ്, ക്രിഷ്. ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം? ക്ലോസിംഗ് ക്യാപിറ്റലായിരിക്കണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. ജോഷിൻ്റെ എത്രയാണ്? 1,50,000. ക്രിഷിൻ്റെ എത്രയാണ്? 75,000. ഇനി നമുക്കറിയണം ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ ലെസ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ അതാണ് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യേണ്ടത്. അല്ലാതെ ഫോർമുലയിൽ തന്ന എല്ലാ ഐറ്റംസും ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രോയിങ്സ് ഉണ്ട്. 2 പേർക്കും ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 പേരും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കൃഷ്ണന് അഡീഷണൽ ക്യാപിറ്റലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഡ്രോയിങ്സ് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഡ്രോയിങ്സ് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആഡ് ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ. ജോർജ് 25,000, ക്രിഷ് 5,000. അപ്പോൾ അവരെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 1,70,000, 80,000. ഇവിടെ ആഡ് ചെയ്യാൻ വേറൊന്നുമില്ല. വേറെ ആഡ് ചെയ്യാൻ നമ്മൾ ഫോർമുല പഠിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഷെയർ ഓഫ് ലോസ് ആണ്. അത് രണ്ടും ഈ ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ? ഡ്രോയിങ്സ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ലെസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇവിടെ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് എത്രയായിരുന്നു? ഈ ഫേമിൻ്റെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 16,000 ആയിരുന്നു. അത് രണ്ടുപേർക്കും ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? 3:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുക. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 16,000 ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണോ അതാണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ജോഷിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക? 16,000 ഇൻറ്റു 3/4. കൃഷിൻ്റെ 16,000 ഇൻറ്റു 1/4. അപ്പോൾ നമുക്കത് ലെസ് ചെയ്യാം. ലെസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,000, 4,000. അപ്പോൾ എന്തുകൊണ്ടാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ലെസ് ചെയ്തതെന്ന് മനസ്സിലായില്ല. കാരണം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഇത് ലെസ് ചെയ്തിരിക്കണം. അങ്ങനെ ലെസ് ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 1,58,000, 76,000. ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ഇനി ഇവിടെ കൃഷി എന്ത് ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃഷിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന സമയത്ത് അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ 16,000. ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ക്യാപിറ്റൽ ഒന്നുമില്ല. ഇപ്പോൾ അവരുടെ ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് എത്രയായിട്ട് മാറി? 1,58,000, 60,000. അപ്പോൾ എങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത്? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഡ്രോയിങ്സ് ആഡ് ചെയ്യാം, ഷെയർ ഓഫ് പ്രോഫിറ്റ് ലെസ് ചെയ്യാം, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യാം. അങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കി നോക്കാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതുങ്ങളായിരിക്കണം? ഓപ്പണിംഗ് ക്യാപിറ്റലുകളായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് വർക്കിംഗ് നോട്ടിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചതിൻ്റെ കാരണം എന്താണെന്നത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി എഴുതിയെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ വായിച്ച സമയം കളയുന്നില്ല. അതായത് ക്ലോസിംഗ് ക്യാപിറ്റലായിരുന്നു തന്നിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് ജോഷിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ജോഷ് 1,58,000 ഇൻറ്റു 12%, 18,960. ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഡ്രോയിങ്സ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് ലെസ് ചെയ്യേണ്ടതെന്ന്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്ത ക്യാപിറ്റൽ കൺസിഡർ ചെയ്യാറില്ല. പെർമനൻറ്റ് വിഡ്രോവൽ ഉണ്ടെങ്കിലേ അത് ലെസ് ചെയ്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ ജോഷിനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ പെർമനൻറ്റ് വിഡ്രോവലോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജോഷിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലായ 1,58,000 1 ഇയറിലേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എത്രയാണ് ജോഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? എത്രയാണ്? 1,58,000 ഇൻറ്റു 12%, 18,960. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് ഒരിക്കലും പരിഗണിക്കരുത്. പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി കൃഷിൻ്റെ നോക്കാം. കൃഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 60,000 ആയിരുന്നു.
60,000 ഇൻറ്റു 12% ഇൻറ്റു 6/12. എന്തുകൊണ്ടാണ് 6/12 എന്ന് എടുത്തിരിക്കുന്നത്? 1 ഒക്ടോബറിൽ ആണല്ലോ വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഒക്ടോബർ വരെ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? 1 ഏപ്രിൽ 2005 ടു 1 ഒക്ടോബർ എന്ന് പറയുന്നത് 30th സെപ്റ്റംബർ 2005. എത്ര മാസമാണ് വരുന്നത്? 6 മാസം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അങ്ങനെ 6 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം 1 ഒക്ടോബർ ആയപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 3,600. ഇനി ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ ആയിരിക്കണം? 1 ഒക്ടോബർ തൊട്ട് 31 മാർച്ച് വരെ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 16,000 ആണ്. അപ്പോൾ കൃഷിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലായ 60,000 എത്രയായിട്ട് മാറി? 76,000 ആയിട്ട് മാറി. അപ്പോൾ 76,000 എങ്ങനെ കിട്ടിയത്? 60,000 പ്ലസ് 16,000 76,000 ഇൻറ്റു 12% ഇൻറ്റു 6/12 എത്രയാണ്? 4,560 ആണ്. അങ്ങനെ കൃഷിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയായി? 8,160. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടുപേരുടെയും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ രണ്ടുപേരുടെയും കൂടി ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 27,120 ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റംസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് പരിഗണിക്കേണ്ട കാര്യമില്ല. ഏത് വിഡ്രോവലാണ് എടുക്കേണ്ടത്? പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റലാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരുടെയും ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡ്രോയിങ്സ് മൈനസ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഈ പ്രോബ്ലത്തിൽ തന്നിരുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലായിരുന്നു. അപ്പം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ചേഞ്ചസ് ആണ് എടുക്കേണ്ടത്? പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, കോൺട്രിബ്യൂഷൻ ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ.